തൃശൂരിൽ വാടക ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന. ഓപ്പറേഷൻ സൈ ഫണ്ട് എന്നു പേരായ പരിശോധന സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. വടക്കാഞ്ചേരി, വെള്ളിക്കുളങ്ങര, പഴയന്നൂർ ഉൾപ്പെടെ വിവിധ സ്റ്റേഷൻ ലിമിറ്റുകളിലും പരിശോധന നടക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, ഈ സാഹചര്യത്തിലാണ് വ്യാപകമായ ഇത്തരത്തിലുള്ള പരിശോധന? ഒരു തട്ടിപ്പാണ്. അതായത് ഈ ഹവാല പണം അല്ലെങ്കിൽ കള്ളപ്പണമൊക്കെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴി എന്നാണ് ഈ വാടക അക്കൗണ്ടുകളിലൂടെ ഇത്തരക്കാർ ചെയ്യുന്നത്. അതായത് നാട്ടിലുള്ള ചെറുപ്പക്കാരുടെയൊക്കെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ ചേരുക. അതായത് ആ ചെറുപ്പക്കാരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ ചേരുന്നു. അവരുടെ ആധാർ കാർഡ്, അവരുടെ തിരിച്ചറിയൽ രേഖകൾ അടക്കം വെച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ചേർന്നതിന് ശേഷം ആരാണോ ഈ തട്ടിപ്പ് നടത്തുന്നത്, ആ തട്ടിപ്പ് നടത്തുന്ന അല്ലെ ഹവാല പണം ഒഴുക്കുന്നവരുടെ നമ്പറുമായിട്ട്, അതായത് അവരുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. സാധാരണ നിലയിൽ ഒരു വ്യക്തിക്ക് 1 കോടി രൂപ കൈമാറണമെങ്കിൽ ഈ 4 പേർ ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത 4 വാടക അക്കൗണ്ടുകൾ വഴി ഈ പണം ആരുടെ കയ്യിലേക്കാണോ എത്തേണ്ടത് അവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇവർ അവലംബിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 100 കണക്കിന് 1000 അക്കൗണ്ടുകൾ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരക്കാർ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയല്ല, വലിയൊരു സംഘം തന്നെ ഇത്തരം തട്ടിപ്പിന് പിന്നിലുണ്ട്. അതായത് GST അടക്കം വെട്ടിച്ചുകൊണ്ട് വലിയ രീതിയിൽ പണം ഒഴുക്കാൻ സാധിക്കുന്ന ഒരു കുറുക്ക് വഴിയായിട്ട് ഇവരിതിനെ കാണുന്നു. വലിയ രീതിയിൽ ഒറ്റനോട്ടത്തിൽ നിയമപരമെന്ന് തോന്നിക്കുമെങ്കിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പണമൊഴുക്ക് നടക്കുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ CY എന്ന് ഉദ്ദേശിക്കുന്ന സൈബർ എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ CY ഹണ്ട് എന്ന പേരിൽ അവരൊരു വലിയ പരിശോധന നടത്തുന്നു. തൃശ്ശൂരിലും അതേപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട്. നിലവിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത് ആരുടെയൊക്കെ പേരിലാണ് ഈ ബാങ്ക് അക്കൗണ്ടുകൾ, അതായത് സാധാരണപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെയൊക്കെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുള്ള ചെറുപ്പക്കാരുടെ വീടുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ്. അടക്കം ഈ സാധാരണക്കാരായ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട്, സാധാരണ ഇത്തരം അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി ഇത് ദുരുപയോഗം ചെയ്യുന്നു. അത് കണ്ടെത്താനുള്ള ഒരു സമഗ്ര പരിശോധനയാണ് വ്യാപകമായി തന്നെ നടക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതിലേക്ക് എത്തുക. അതായത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അധികവും നടക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഈ തട്ടിപ്പിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഇത്തരം ഒരു പരിശോധന നടക്കുമ്പോൾ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ളൊരു സംഘമായിട്ട് തിരിഞ്ഞുകൊണ്ട് സൈബർ മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ളൊരു പരിശോധനയാണ് നടത്തുന്നത്. അതായത് ഈ അക്കൗണ്ട് ഹോൾഡർമാർ, അതായത് അക്കൗണ്ട് ഉടമകളിലേക്ക് എത്തിയതിന് ശേഷം അതിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസ് ചെയ്തിരിക്കുന്ന രീതി. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ പണം ഒഴുക്കുന്നുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ മറവിലൂടെ ഇത്തരത്തിലുള്ള പണം, കള്ളപ്പണം അടക്കം ഒഴുക്കാനുള്ള വരാനായിട്ടുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അതിന് ഫലപ്രദമായിട്ട് തടയിടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോലീസിന്റെ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ സാധാരണ നിലയിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ വീടുകളിലെത്തി അവരെ ചോദ്യം ചെയ്യുന്ന നിലയിലാണ് പോലീസിന്റെ പരിശോധന പോകുന്നത്. അതിനുശേഷം ഇതിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ഇവരുടെ പിന്നിൽ ആരുടെ ഈ അക്കൗണ്ടുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 2ാം ഘട്ടത്തിലുള്ള അന്വേഷണം ഉണ്ടാവും. അത്തരത്തിൽ ആരൊക്കെയാണോ ഇത്തരത്തിൽ പണം ഒഴുക്കിയിട്ടുള്ളത്, ആരുടെയൊക്കെ കയ്യിലേക്കാണോ ഇത്തരത്തിൽ പണം എത്തിയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങളിലുള്ള പരിശോധന ഉണ്ടാവും. ഒപ്പം തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോഴും ഇത്തരത്തിൽ തന്നെ പണം കൈമാറിയിട്ടുണ്ടാവാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. KP ശരി, ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന പേരിലുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.